ഹായ് ഗെയ്സ്, അങ്ങനെ ഞാനും അവസാനം ആ തീരുമാനം എടുത്തു. എന്താണെന്നല്ലേ പറഞ്ഞുതരാം. അപ്പോൾ കുറേ നാളായിട്ട് ഗോവയിൽ വന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊന്നും ഇതുവരെ പ്രോപ്പറായിട്ടില്ല, ചെയ്യുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഒന്നാമത്തെ കാര്യം വർക്ക് കാര്യങ്ങൾ, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിനിയിപ്പോൾ കുറച്ച് പേരെയൊക്കെ കാണാനുണ്ട്, കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഞാനപ്പോൾ നാളത്തെ കഴിഞ്ഞ് എനിക്കൊരു പരിപാടിയുണ്ട് നാട്ടിൽ. അപ്പോൾ നാട്ടിലേക്ക് പോകണം. അപ്പോൾ വീട്ടിലത്തേക്ക് കുറച്ച് സാധനം വാങ്ങിക്കണം, അങ്ങനെ കുറച്ച് പരിപാടി. ഹെൽമെറ്റ് ഗോവയിൽ നിങ്ങൾ വന്നാൽ തന്നെ മസ്റ്റ് ഓഫ് ഓൾ ഗസ്റ്റ് ആണേലും അല്ലെങ്കിൽ ആരാണേലും ഓക്കെ, ഹെൽമെറ്റ് എന്ന് പറയുന്ന സാധനം അത്യാവശ്യം മസ്റ്റായിട്ടുള്ള കാര്യം തന്നെ കേട്ടോ. ഇന്നലെയൊക്കെ ആക്ച്വലി നല്ല മഴയായിരുന്നു, 2 ദിവസമായിട്ട് നല്ല കലക്കം മഴയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കണ്ടില്ലേ, ഇന്നിപ്പോൾ റോഡൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇന്നധികം മഴയോ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും നല്ല ചില്ലായിട്ട് പുറത്തിറങ്ങി. പ്ലീസ്, അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു സാധനം തുടങ്ങി അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി, അത് അവസാനിക്കാനും അതുപോലെ നഷ്ടപ്പെടുത്താനും ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്നും പോയി നിൽക്കും. അപ്പം നമ്മൾ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നേരം നമുക്കുണ്ടാകുന്നത് ചിലപ്പോൾ നഷ്ടം മാത്രമായിരിക്കും. സത്യമല്ലേ പ്ലീസ്? അപ്പം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലൈഫിൽ എന്താ പറയുക, നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചെയ്യാതെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എവിടെ എത്താൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മളത് കണ്ടിന്യൂസ്ലി ചെയ്യുക, ഇത്രയൊക്കെയാണല്ലോ ചെയ്ത് മുന്നോട്ട് പോവുക. സോ എനിക്ക് അതിൻ്റെ റിസൾട്ട് എപ്പോഴായാലും കിട്ടിയിരിക്കും, കൺഫേം. അപ്പോൾ ഈ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷത്തിൻ്റെ മേളിലായെങ്കിൽ പോലും എനിക്ക് വീഡിയോസോ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും ടൈം കിട്ടിയില്ല. കാരണം വർക്ക് എല്ലാ ദിവസവും യാത്ര, അത് എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ അതുമായിട്ട് കറങ്ങി നടക്കുക, പിന്നെ ഓരോ പ്രശ്നങ്ങൾ മാറുമ്പോൾ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. സോ ഇപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ മൈക്ക് എടുത്തിട്ടില്ല ഞാൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം റെയിൽവേ സ്റ്റേഷൻ സൈഡാണ്, ഇരുട്ടാണ്, അതല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഞാൻ ഇടയ്ക്ക് വരാൻ നേരം കഴിക്കാറുള്ളായിരുന്നു. ആക്ച്വലി ഇതൊരു കേരള ഹോട്ടലാണ്, ഉണ്ടല്ലേ. ഗോവ ഹോട്ടൽ നാടൻ ഭക്ഷണശാല. സോ പ്ലീസ്, കറക്റ്റ് സമയത്ത് മഴയും വരും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ കഴിക്കാൻ വേണ്ടി വന്ന ഈ ഹോട്ടലിലാണ്. അപ്പോൾ നിങ്ങൾ ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ തിവിം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, പിന്നെ അത്യാവശ്യം ഇതുണ്ടല്ലേ. നല്ല ലൈറ്റിംഗ് ഒക്കെ കേട്ടോ, അത്യാവശ്യം വന്നാൽ തന്നെ നിങ്ങൾക്കൊക്കെ സൂപ്പറായിട്ട് ഇരിക്കും. സിയോന്മാർ 2 പേരെ മാത്രം നിങ്ങൾ നോക്കിയാൽ സെക്യൂരിറ്റി ഗാർഡെന്നൊക്കെ പറയത്തില്ലേ, പുറത്തുനിന്ന് ഒരുത്തനെ അടുപ്പിക്കത്തില്ല. ഇവിടുത്തെ ഒരു ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ മുമ്പ് കാണാൻ നേരം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗെയ്സ്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. അയ്യോ, സത്യം പറയാലോ, പൊരുതിയിട്ടാണെങ്കിൽ പൊരുതി, അത്രേ ഉള്ളു. എന്തായാലും നനഞ്ഞ് പിന്നെ കുളിച്ച് കയറാം. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മളൊരു വിധത്തിൽ നടന്ന് റെയിൽവേ സ്റ്റേഷനെത്തി. എല്ലാ പ്രാവശ്യവും ഞാൻ ടാക്സിയിലാണ് വരുന്നത്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഒന്ന് ഇറങ്ങാൻ പറ്റും. ഇപ്രാവശ്യം നമ്മൾ നടന്ന് ബസ്സൊക്കെ കയറി വന്നു. ഇതാണൊരു രക്ഷയില്ല, അമ്മാതിരിയാണ്. രാവിലെ തുടങ്ങിയ മഴയായിട്ടോ, രാത്രി 10-11 മണിയായിട്ട്. അപ്പോൾ എനിക്ക് ഏകദേശം 9:42 ട്രെയിൻ നേത്രാവതി. അപ്പം ഞാനിവിടെ വന്നപ്പോൾ പുറത്തൊക്കെ മഴയായതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയില്ല, ഒരു ലൗഞ്ചിൽ കയറി. എക്സിക്യൂട്ടീവ് ലൗഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ടൈപ്പ് ലൗഞ്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ടിക്കറ്റ് അപ്പം ഞാനെന്തായാലും പ്രീമിയം ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ. പ്രീമിയം ലൗഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ അകത്ത് വരുമ്പോൾ ഇത് കണ്ടില്ലേ, ഈ കാണുന്നതാണ് പ്രീമിയം, മറ്റേത് നോർമൽ. പ്രീമിയം ഏതാണ്ട് ഒരു 100 റുപ്പീസ്, മറ്റേത് 50 റുപ്പീസ്. അപ്പോൾ എന്തായാലും ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പ്രീമിയം എടുത്ത്. അത്യാവശ്യം ഓക്കെ കേട്ടോ, ഇരിക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ ഉണ്ട്. പിന്നെ ഒരുപാട് പേര് പുറത്തൊക്കെ കറയെ തിരിഞ്ഞ് നടക്കുന്നുണ്ട് കേസ്. അപ്പോൾ അങ്ങനെ ഏകദേശം 1 അവർ കഴിഞ്ഞു. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് എനിക്ക് ട്രെയിൻ വരുന്നത്. അങ്ങനെ തിവിം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഏകദേശം അങ്ങനെ ട്രെയിനൊക്കെ വന്ന സ്ഥിതിക്ക് എന്നാൽ പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറാമെന്നുള്ള മൂഡിൽ പോയി. അപ്പോൾ അന്ന് അധികം സമയമൊന്നുമില്ല കേട്ടോ. അങ്ങനെ രാത്രി കഴിഞ്ഞു.
ഗെയ്സ് കണ്ണു തുറന്നപ്പോൾ വടകര. രാവിലെ ഞാൻ നോക്കിയപ്പോൾ മഴയും കാര്യങ്ങൾ, ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. യാത്രയൊക്കെ ഓക്കെ ആയിരുന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ എന്തായാലും വടകര എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കുറച്ച് നേരം, പിന്നെ ചില സ്റ്റേഷനിൽ പോകുമ്പോൾ പയ്യെ ട്രെയിനൊക്കെ ലാഗായി തുടങ്ങാറായി. അത്ര നേരം ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പോവാ ഓരോ സ്ഥലത്ത് ലാഗടിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ വലിയ കാര്യമാക്കിയൊന്നും ഇല്ല. പിന്നെ 2 ഫോണ് കാര്യങ്ങൾ, ബുക്സ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടീ കോഫി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഏകദേശം കോഴിക്കോട് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഏകദേശം ലാഗടിക്കാൻ തുടങ്ങി. കാരണം ഓരോ സ്റ്റേഷനിലും നല്ല രീതിയിൽ അവന്മാർ പിടിച്ചിടുന്നുണ്ട്. സോ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ട്രെയിൻ പാസിംഗ് ആണോ അതെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ ഒന്നും അറിയത്തില്ല. ഏകദേശം കോഴിക്കോട് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ശരിക്കും ലാഗ് എന്താണെന്ന് ഞാൻ അനുഭവിച്ചു തുടങ്ങിയത്. ഏകദേശം ആലപ്പുഴ ഒരു 3 o'clock 2:40 എത്തേണ്ട ട്രെയിൻ ഏകദേശം നല്ല ലാഗാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 4 മണി 5 മണി ഒക്കെ ആയി. പിന്നെ ഏകദേശം നമ്മൾ തൃശ്ശൂരെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു എന്താ പറയുന്ന നമ്മൾ ഓരോ യാത്രയിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു ഫീലാണ്. ഒരു വിൻഡോ സീറ്റിൽ ഒരു മ്യൂസിക്കൊക്കെ കേട്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുക. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, എത്ര നേരം വേണേലും ഞാൻ അവിടെ ഇരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രാവലിംഗ് ആണ്. ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും. കാര്യം നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു മ്യൂസിക്കും കേട്ട് ഇങ്ങനെ ഒരു കാഴ്ചയും കണ്ട് ഒരു വിൻഡോ സീറ്റിലിരിക്കുക എന്ന് പറയുന്നത്. ഞാൻ 3rd AC ആണ് എടുത്തത്. കാരണം സ്ലീപ്പറിൽ അധികം കുറവായിരിക്കും ട്രാവലിംഗ്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കാറ്റ് കുറേ അടിച്ചു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. പിന്നെ ചില സ്മെല്ല് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ചില സമയത്ത് സ്ലീപ്പർ എടുക്കും. ഞാനൊരു ഗോവയ്ക്ക് വരാൻ നേരം ഒരു 2-3 വട്ടം മാത്രം എടുത്തിട്ടുള്ളൂ സ്ലീപ്പർ. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഫുള്ള് AC ആയിരുന്നു. ഫ്ലൈറ്റിൽ പോയില്ല ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വീട്ടിൽ പോകുമ്പോഴും ഫ്ലൈറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഞാൻ AC ആയി. പക്ഷേ ഇവിടം തൊട്ട് എന്താ പറയുക, തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് ഒടുക്കത്തെ ലാഗായിപ്പോയി. ലാഗെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള എല്ലാ സ്റ്റേഷനിലും നേത്രാവധി പിടിച്ചിട്ടുണ്ടിരിക്കുകയായിരുന്നു. ഇരുന്ന് പിന്നെ കുറേ ആൾക്കാരൊക്കെ അടുത്തുണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ തിരക്കി എല്ലാവരെയും പരിചയപ്പെട്ട് പിന്നെ കണ്ട്. എന്നാലും ഞാൻ കൂടുതൽ സമയം മ്യൂസിക് കേട്ട് ഒരു മ്യൂസിക് ഇടുക, പിന്നെ ഓരോ കാഴ്ചകൾ കണ്ട് ഓരോ കാര്യങ്ങളും മെമ്മറീസൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കും. നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ വീട്ടിലോട്ട് പോവുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോട്ടൊക്കെ പോവുക. നമ്മളൊരു ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മളൊരു പരിപാടിയൊക്കെ വരാൻ നേരം നമ്മളെല്ലാവരെയും കൂടെ ഒരുമിച്ച് കാണുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അല്ലേ. പിന്നെ ഇത് ഏതോ സ്റ്റേഷനാണെന്ന് പക്ഷെ ഞാനത് ശരിക്കും കണ്ടില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം അപ്പം തന്നെ ഉറങ്ങും. പിന്നെ ഏകദേശം കറങ്ങി തിരിഞ്ഞ് ഞങ്ങളൊരു 5-5:30 ആയി കഴിഞ്ഞപ്പോൾ എറണാകുളം എത്തി. എറണാകുളത്ത് എങ്ങനെ കളിച്ചാലും ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ഡിലേ. എന്താ ചെയ്യുക, ഒന്നും ചെയ്യാനില്ല. കുറേ നേരം വെളിയിലിറങ്ങിയിരുന്നു, കുറച്ച് നേരം അവിടെ പോയിരുന്നു, പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. ഓപ്പോസിറ്റൊക്കെ ആൾക്കാർ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. ഇതുണ്ടല്ലേ മൊത്തം തിരക്കടിച്ച് സെറ്റടിച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്നിരുന്ന് എനിക്കൊന്ന് ആ കോഴിക്കോട് കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ഡിലേ ആണ്. ഏകദേശം ടൈം ഒരു 6 മണി. ഇവിടെ എറണാകുളത്ത് ഒരു രക്ഷയില്ലാത്ത ഡിലേ ആയിപ്പോയി. കുറേ നേരം പുറത്തിറങ്ങി കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴാണ് എറണാകുളത്ത് എത്തിയപ്പോഴാണ് എനിക്കൊന്ന് സൂര്യനെ കണ്ടത്. അതിന് പിന്നെ ഫുള്ള് ഡാർക്ക് അടിച്ചിരിക്കുന്നത് മഴക്കാറുണ്ട്. പിന്നെ ഏകദേശം എറണാകുളത്തുനിന്ന് പയ്യ ഒരു 6-6:30 കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്ത് 2:42 എത്തേണ്ടതാണ് ആലപ്പുഴ. 6-6:30 ഏകദേശം അവിടെ എത്തിയപ്പോൾ തന്നെ. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വർക്കും കാര്യങ്ങളും ഫുഡടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ സൈഡിലായി. പിന്നെ ചില സ്ഥലത്തെന്ന് പറയുമ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, അവിടുത്തെ പുറത്തോട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ലൈക്ക് എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പുറത്തോരോ കാഴ്ചകൾ, ഓരോ സ്ഥലത്തും ഓരോരോ കാഴ്ചകളാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ ബ്രിഡ്ജ് ഏരിയ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ മരം മാത്രമല്ല, ഒരു സർപ്രൈസ് ആയിട്ട് ഓരോ റിവർ സൈഡ് വരുമ്പോൾ കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എങ്ങനെയോ കത്തിച്ചിരിഞ്ഞ് അവസാനം ചേർത്തലയിലെത്തി. സമയം ഒരു 6 മണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആണ് പിടിച്ചിടലിൻ്റെ ഉസ്താദ് നടന്നത്. 1 മണിക്കൂർ ചേർത്തല. എന്താ ചെയ്യുക, ഒന്നും ചെയ്യാനില്ല. അങ്ങനെ കുറേ നേരം പുറത്തെ കാഴ്ചകളും കണ്ടു, കുറേയൊക്കെ
പാട്ടും കേട്ട് കുറേയൊക്കെ അവിടെ തിരിഞ്ഞ് കറങ്ങുകയും ചെയ്യണം. ഇപ്പം എടുക്കും എന്നും പറഞ്ഞു. ഒരു രക്ഷയില്ല. ചേട്ടന്മാരൊക്കെ പുറത്തിറങ്ങി നിൽക്കും. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ഇതേപോലെ കുറേ പേര് കാണും പുറത്ത്. ചേച്ചിയും ചേട്ടനും ആദ്യമായിട്ട് കണ്ടതിൻ്റെ സന്തോഷത്തിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കഥകളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഫോണിൽ തന്നെ. അവസാനം കുറേ നേരത്തിന് ശേഷം ചേച്ചിയെ ലൈറ്റ് തെളിയിച്ച് പിന്നെ ഏകദേശം വണ്ടി എടുക്കാൻ സമയമായി. ഗൈസ് ഇപ്പോൾ നമ്മൾ അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനോട് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനിയുള്ള കേസ് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. കണ്ടു നോക്കുക. വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആരും ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. കാരണം കണ്ട് ഇഷ്ടപ്പെട്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ. എല്ലാവർക്കും നന്ദി.